എന്താ പറയാ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ റസൂൽ. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും, നിങ്ങളും ഞാനും ഫുൾ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. അറിയാലോ, നമ്മുടെ ഗീവ് അവേ റിസൾട്ടാണ്. എൻ്റെ ഫസ്റ്റ് ഗീവ് അവേ ആണ്. അപ്പോൾ ഇത് അനൗൺസ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, ഇനി ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു മൊമെന്റ് ആട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ വിന്നറെ സെലക്ട് ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ടാണ് വിന്നറെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഫുൾ പ്രോസസ് ആയിട്ട് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം അല്ലാതെ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഇൻട്രോ എടുക്കല്ല, സെലക്ഷൻ്റെ മുന്നേ ഉള്ള ഒരു ഇൻട്രോ ആണിത്. ഫസ്റ്റായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 30 to 40 വരെയാണ് ഒരു കമൻറ്റ്സ് എന്നുള്ള കാര്യം. കൂടിപ്പോയൊരു 100 വരെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നിങ്ങൾ എനിക്കൊരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കമൻറ്റ് സെക്ഷൻ വന്നത് 1K എബോ ആണ് കേട്ടോ. 1K അല്ല, 1K എബോ ആണ് ഇപ്പോൾ കമൻറ്റ് സെക്ഷൻ വന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും, അതേപോലെ തന്നെ എന്താ പറയുക, എനിക്ക് ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ഹാപ്പിനെസ് എങ്ങനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല. അത്രയും ഞാൻ നല്ല ഹാപ്പിയാണ്. ബിക്കോസ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു പ്ലേ ബട്ടണിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിച്ചൊരു സംഭവം നല്ലൊരു കമ്മ്യൂണിറ്റി എന്ന്. അതായത് ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ പോലും എന്താ പറയുക, അതിന് റിയാക്ട് ചെയ്യുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. സോ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. ഞാൻ ലേറ്റായി പോയോ ഈ ഒരു ഗീവ് അവേ എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, ഡെയിലി അത്യാവശ്യം നല്ല ആൾക്കാർ കാണുന്നുണ്ട്. ഒരു 22K എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു ഈ ഒരു ഗീവ് ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അധികം ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. ഒരു 10-15 ആൾക്കാരൊക്കെയാണ് എൻ്റെ വീഡിയോസിൽ കമൻറ്റ് ചെയ്യാറ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നത് വെച്ചാൽ നേരത്തെ മൈക്ക് ഓഫ് ചെയ്തിട്ട് ഞാനുള്ള വീഡിയോ മൊത്തം എടുത്തു. എന്നതിന് ശേഷമാണ് മൈക്ക് ഓഫ് ആയത് കാര്യം മനസ്സിലായി. കാരണം ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പകുതിയായിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് വെയിലൊക്കെ പോണെങ്കിൽ വേണ്ടി വീഡിയോ നോമ്പാണ്, അതിൻ്റെതായ പണികളൊക്കെ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ മൈക്കേക്ക് നോക്കണം. കാരണം ഈ സാധനം ഇങ്ങനെ മിന്നുന്നുണ്ട്, അത് ഓഫ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഈ ഒരു സാധനത്തിൻ്റെ പണി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് ഇങ്ങനെ നോക്കിയത് കേട്ടോ. നമ്മളോട് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോസൊക്കെ ഇടുമ്പോൾ എനിക്ക് കുറച്ച് കമൻറ്റ്സ് വരാറുണ്ട്. കുറച്ച് പറയുമ്പോൾ എന്നെ ഫേവർ ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കമൻറ്റ്സ്. സോ അതിൽ കൂടുതലുള്ള ആൾക്കാരെ കമൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി. ഞാൻ എന്താ പറയുക, എനിക്ക് 2-3 ദിവസം കഴിഞ്ഞ് എക്സാമാണ്. ഞാനിപ്പോൾ മാനത്താണ്, നിലത്തൊന്നല്ല ഞാനിപ്പോൾ. കാരണം എന്താ വെച്ചാൽ അത്രയും ഹാപ്പിനെസ് കൊണ്ടാണെന്നല്ല, പഠിക്കാനുള്ള സ്റ്റഡിയിലാണ് ഞാൻ ഈ കാട്ടിക്കുന്ന മൊത്തം. പക്ഷെ അതൊക്കെ വിഷയം ഞാൻ തലീസ് പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ എക്സാമൊന്നും നമ്മുടെ ഭാഗത്ത് സംഭവമേ അല്ല. ഓക്കെ, അപ്പം എന്താ പറയുക, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എത്ര താങ്ക്സ് വന്നാലും മതിയാവില്ല. ചിലപ്പോൾ എൻ്റെ കൂടെ ആകുമ്പോഴേക്ക് കുട്ടി എന്തൊക്കെയാണ് വിളമ്പുന്നത്. ഓക്കെ, പക്ഷേ എൻ്റെ ഹാപ്പിനെസ് ആണ് ഞാൻ നിങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ടൈമൊന്നും അധികം വേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ കാണുന്നത് മസ്റ്റായിട്ട് ആ വിന്നേഴ്സ് ആരാന്ന് അറിയാൻ പറ്റില്ല. പിന്നെ 2-3 കാര്യം കൂടി പറയാം. ഈ ഒരു 1K-ത്തോളം കമൻറ്റ്സ് വന്ന സ്ഥിതിക്ക് എനിക്ക് ഒരാളെ മാത്രം എടുക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഗൈസ്. എന്നെ കൊണ്ട് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല ഒരാൾ മാത്രം വിന്നറായിരിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പം കുറച്ച് പേരെങ്കിലും എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പേരെയാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1K-യുടെ മുകളിലോട്ട് കമൻറ്റ് വന്ന സ്ഥിതിക്ക് ഒരാൾ മാത്രം എടുക്കുക എന്നുള്ളത് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. രണ്ടാമത്തെ ഗിഫ്റ്റാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞത് ക്രാഫ്റ്റ് അല്ലാത്ത ഒരാളെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് കൊടുക്കാമെന്ന് പറഞ്ഞു. സോ ആ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഗീവ് അവേയിൽ വിന്നർ ആവാത്ത ആൾക്കാർ ഒട്ടും വിഷമിക്കരുത്. നമുക്ക് ഇപ്പോൾ 23K ആയിട്ടുണ്ട്. ഒരു 2K കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ 25K ആണ് ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഗീവ് അവേ വയ്ക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വിഷമിക്കരുത്. ഇപ്രാവശ്യം 2 വിന്നേഴ്സ് എടുത്ത് ഇൻഷാല്ല അടുത്ത പ്രാവശ്യം നല്ല നിലയിലേക്ക് ഒരു 3 വിന്നറൊക്കെ ഞാൻ എടുക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പേഴ്സൻ്റെ വിന്നർ ഗിഫ്റ്റ് ഞാൻ റെഡി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. മെയിനായിട്ട് എന്താ പറയുക, എൻ്റെ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തവർ എന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓപ്പർച്യൂണിറ്റി ഇമ്പ്രൂവ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കറിയില്ല. പക്ഷെ ഒത്തിരി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഒത്തിരി എൻ്റെ ബിസിനസ് വാട്സപ്പ് നമ്പർ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ DM ഓർഡേഴ്സ് വേണ്ടി ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നിന്നാണോ എന്ന് എനിക്കറിയില്ല. രാവിലെ എണീറ്റ് മുതൽ ഈവനിങ് വരെ ഈ ഒരു ഗീവൻ്റെ അപ്ഡേഷനെ പറ്റി ചോദിച്ചാൽ കുറേ മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. ഈവൻ ഇന്ന് മോർണിംഗിൽ എണീറ്റപ്പോൾ പോലും ഞാൻ ആദ്യം കണ്ട മെസ്സേജ് ഇന്ന് ഗീവ് വിന്നർ അനൗൺസ് ചെയ്യുമെന്ന് വെച്ചിട്ടുള്ള മെസ്സേജ് ഞാൻ ആരൊന്നും പറയുന്നില്ല. അങ്ങനെ 2-3 മെസ്സേജസ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റയിലും സെയിം ആയിട്ടുള്ള മെസ്സേജസ് ഉണ്ടായിരുന്നു. സോ അപ്പോൾ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങളൊക്കെ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കാണ് ഗൈസ്. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടൊരു ഗീവ് അവേ നടത്തില്ല. അതിന് ഞാൻ ഈ പറഞ്ഞിപ്പം എന്താ പറയുക, ഭരണഘടന പറയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് നിർത്താം. അതായത് ഇപ്പം വിന്നേഴ്സിനൊക്കെ അനൗൺസ് ചെയ്യാണെങ്കിൽ വെയിറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് നന്നായിട്ടാണ്. അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ
ഞാൻ ആ മൈക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഇനി ഒരു എന്താ പറയുക റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. ഓൾറെഡി ഞാനൊരു റിസ്ക് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ മൈക്ക് പതുക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ചാർജ് ചെയ്യേണ്ടി വരും. എനിക്ക് അല്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ കുറേ കാലം മേടിച്ചിട്ട് പിന്നാണ് ചാർജ് ചെയ്യുന്നത്. ഏകദേശം മേടിച്ചിട്ട് 1 year ഓളാണ്. എന്നിട്ട് ഇന്നാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. മൈക്കുടെ കുഴപ്പമില്ല, എൻ്റെ കുഴപ്പങ്ങൾ വരെ എനിക്ക് കൺഫേം ആണ്. സോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓഡിബിൾ ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. മൈക്ക് കണക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള കിളികളുടെ നാദം ഇപ്പുറത്തുള്ള കാക്കയുടെ വിലയൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. സോ അതൊന്നും ആരും കാര്യമായിട്ട് എടുക്കാതെ ഇഗ്നോർ ചെയ്ത് കളയുക. ഓക്കെ, നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗീവ് അവേ അനൗൺസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് അനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റായിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് എടുത്തത് അതിൽ നിന്ന് ഇങ്ങനെ റാൻഡം ആയിട്ട് ഒരു 15% സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. റാൻഡായിട്ടാണ്, അതായത് ഞാൻ കണ്ണടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അതിൽ ഒരാളെ സെലക്ട് ചെയ്തു. എന്നിട്ട് അങ്ങനെ ഞാൻ കൈ തൊട്ടിട്ട് ആരെയാണോ വരുന്നത് ആ ആളായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആരെടുത്തും ഞാൻ പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. ബിക്കോസ് ഒത്തിരി കമൻറ്റ്സ് പറയുമ്പോൾ പല അവരുടേതായ പേഴ്സണൽ ഇഷ്യൂസും ഷെയർ ചെയ്തില്ല. പക്ഷെ നമ്മളെല്ലാവരും ഒരേപോലെ കാണണം. അതായത് ഇപ്പോൾ അവർ കമൻറ്റ് കൊള്ളാം, അവർ അത്രയും ഇതിലാണ്, അതുകൊണ്ട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കും. മറ്റുള്ളവരും അതേപോലെ കമൻറ്റ് ചെയ്ത് തരില്ല, നമ്മൾ അവരെയും പരിഗണിക്കണം. സോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ എനിക്കറിയില്ല. അവിടെ നടന്ന കിളികളെല്ലാം കൂടെ ഇങ്ങനെ എന്താ പറയുക ഗാനമേള നടത്തുന്നുണ്ട്. അത്രയധികം സൗണ്ട് എനിക്ക് കേൾക്കണം, നിങ്ങൾക്ക് കേൾക്കണം നമുക്കറിയില്ല. സോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു രീതിക്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനാണ് ഈ ഒരു സ്ക്രോളിംഗ് പരിപാടി നടത്തുന്നത്. വിന്നറെ സെലക്ട് ചെയ്യുന്നത്, ഫസ്റ്റ് വിന്നർ സെലക്ട് ചെയ്യുന്നത് ഉമ്മയും സെക്കൻഡ് വിന്നർ സെലക്ട് ചെയ്യുന്നത് ഇണ്ടിക്കാക്കിയിട്ട്. ഈ 2 പേരും എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. ഉപ്പി അതുപോലെ തന്നെ. ഇപ്പോൾ പിന്നെ അബ്രോഡായതുകൊണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക അധികം അങ്ങോട്ട് പണം എനിക്ക് കിട്ടാറില്ല. ഇൻഷാള്ള നാട്ടിലേക്ക് വരുമ്പോൾ പണം കിട്ടിയിട്ട് വ്ളോഗൊക്കെ ഞാൻ ചെയ്യുന്നത്. ഉമ്മാനെ നിങ്ങൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ടാവും, ഇക്കാക്കാനും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഈ 2 പേരെ കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അവരെ പോയി സെലക്ട് ചെയ്യട്ടെ. കാരണം എന്താ വെച്ചാൽ വീഡിയോ ഇതിലാണ് എടുത്തോണ്ടിരിക്കുക, ഇതിലാണ് കമൻറ്റ്. ഉമ്മ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ ഫോണും എൻ്റെ കയ്യിലില്ല, അല്ലാതെ എൻ്റെ കയ്യിൽ ഇങ്ങനെ എടുക്കുന്ന കാണിച്ചാൽ തന്നെ. പിന്നെ ഈ ഒരു 15 പേര് ആരാന്നുള്ളത് ഞാൻ റിവീൽ ചെയ്യുന്നതല്ല. ബിക്കോസ് അത് നിങ്ങൾക്ക് ഭയങ്കര വിഷമമായിരിക്കും. ചിലപ്പോൾ ആ ഒരു 15 നിങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് എന്താ പറയുക ഒരു മനം തോന്നുന്ന പോലെ ആയിരിക്കും. ഇന്നെപ്പോലത്തെ ഒരു ലോല ഹൃദയത്തിയാണെങ്കിൽ അത് നിങ്ങൾക്ക് താങ്ങൂല. എനിക്ക് അങ്ങനെ ചെറിയ കാര്യം എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഭയങ്കര അത് കിട്ടിയില്ലല്ലോ. ഇപ്പോൾ ചിലർ വന്നിട്ട് എൻ്റെ അടുത്ത് അത്രയും സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ആ ഒരു 15 പേരാണ് ഞാൻ റിവീൽ ചെയ്യില്ല. അപ്പോൾ ഞാൻ ഈ കമൻറ്റിൽ പോയിട്ട് റാൻഡായിട്ട് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് വരാട്ടെ ഗൈസ്. നമ്മുടെ കുറേ നേരത്തെ പരിപാടിക്ക് വന്നിട്ട് ഞാൻ റാൻഡായിട്ട് കുറച്ച് പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സെലക്ട് ചെയ്ത ആൾക്കാർ ഇത് ഞാൻ ഈ ബൗളിൽ ഇട്ടിട്ടുണ്ട്. ഈ ബൗളിൽ നമ്മൾ ആ ഒരു 50 പേഴ്സൺസ് ഉണ്ട്, 15 ആൾക്കാർ ഈ ബൗളിലുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിന്ന് എന്ത് ചെയ്യാം, ഉമ്മാനെ കൊണ്ടും ഇക്കാനെ കൊണ്ടും എടുപ്പിക്കാം. അതിന് ആദ്യം ഉമ്മ തരണം, ഉമ്മാടല്ല അമ്മ ഓർത്തിക്കാം. ഈ ഒരു 15 പേരിൽ ആർക്കാണ് അവർക്ക് കിട്ടുന്നത് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ആ 15 പേരിൽ ഞാൻ റാൻഡായിട്ട് സെലക്ട് ചെയ്തൊരു സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഞാനിങ്ങനെ ആ ഒരു കമൻറ്റ് ഇവിടെയായിട്ട് കൊടുക്കും. ആരാണോ കിട്ടുന്നത് ആ ആളെ കമൻറ്റ് ഞാൻ ഈ സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ എൻ്റെ ഷോർട്ട് സ്റ്റോറി അങ്ങനെ ഒന്നും ഉള്ള ആളാവില്ല ചിലപ്പം, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ കുറച്ച് പേരൊക്കെ എന്താ പറയുക കുറേ റിപ്പീറ്റ് കമൻറ്റ് ഇട്ട് 2-3 ആൾക്കാരെങ്ങാണ്ട് ഇതിൽ പെട്ടിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് റാൻഡമായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുള്ള കുറേ പേരൊക്കെയാണ്. അപ്പം എന്താണ് ഭയങ്കര വലിച്ചു നിന്നിട്ടുള്ളല്ലേ, നിങ്ങൾ 2Xലൊക്കെ ഇട്ട് കണ്ടോളൂ. എന്തായാലും ഉമ്മ ഇട്ടാം, വന്നിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് കൂടി കാണിച്ചു തരാം. പോകണം കാക്ക അണിഞ്ഞൊരുങ്ങി വന്നിരുന്നിട്ടുണ്ട്. ബിസ്മില്ലെടുത്തു. ഇതാരാന്ന് നോക്കിയത് ഷഹനാസ് ക്യാൻവാസ് ആരാന്നുള്ളത് നമുക്ക് നോക്കാം. അവസാനം നിമിഷം വെച്ചിട്ട് നമ്മുടെ ഉമ്മ അവിടെ വന്നിട്ടുണ്ട്. നിസ്കരിക്കാൻ നിൽക്കണം ഉമ്മാനെ ഞാൻ നിർത്താൻ മതി, ഒന്നാകെ വന്നിരിക്കല്ലേ. അവാർഡ് എടുക്കണ്ട, വേഗം തന്നോളി. ആരാണത്, എന്താ പേര്? റിഫാന ഷെറീന അത്ര. അയ്യോ ആരാണ് ഈ കുട്ടി എനിക്കറിയില്ല. റിഫാന ഷെറീനാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാരും കണ്ടില്ലേ? ഓക്കെ, ഇത് ഈ കുട്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു അടുത്ത ഭാഗത്തിൽ പറഞ്ഞു. പറയാനുള്ളത് എന്നാണ് ഉമ്മാന്റെ ഒരു ഇത്. അപ്പൊ അർഹതയുള്ള കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ആ കുട്ടിയുടെ കമന്റ് എന്തെങ്കിലും കാണണമെങ്കിൽ ഞാൻ ഇവിടെ ഇടാം. അപ്പൊ ടാറ്റ പറഞ്ഞാൽ കൺഗ്രാജുലേഷൻസ്. എന്തായാലും പങ്കെടുത്ത 2 പേർക്ക് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ പങ്കെടുത്ത ബാക്കി 1K സംതിങ് ആൾക്കാർക്കും ഒത്തിരി എന്താ പറയുക താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ഹോം സ്ക്രീൻ എടുക്കുക, നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീൻ എടുത്തിട്ട് എനിക്കത് എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ താഴെ കാണിക്കുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ID-ലോട്ടോ അല്ലെങ്കിൽ Gmail ID-ലോട്ടോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ടോ ആയിക്കോട്ടെ. ആരും കള്ളത്തരം കാണിക്കരുത്. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്നുള്ളത് ഞാൻ വിചാരിച്ചതായിരുന്നു. അപ്പോൾ അർഹതപ്പെട്ടവർക്കാണ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഇരിക്കുന്നവരെന്ന് ആരും വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ലാസ്റ്റ് ഈ മന്തിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ഇട്ടവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും 2 പേർക്കും
കൺഗ്രാജുലേഷൻസ് എനിവേ. എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്രേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഒരു ഗുഡ് ലക്ക് ആൻഡ് ബാഡ് ലക്ക് ഒക്കെ ആയിട്ട് എടുക്കുക എല്ലാവരും. ഇത്രേ ഉള്ളൂ. ടാറ്റാ.